ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ഓൺലൈൻ എക്സാമിൻ്റെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ എക്സാം എന്ന് പറയുന്നത് ഇൻസ്ട്രക്ടർ ഇൻ സ്റ്റെനോഗ്രഫി ആയിരുന്നു. അത് എക്സാം നടന്നിരിക്കുന്നത് 2017 മാർച്ച് 15 ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എക്സാം ആയിരുന്നു ഇത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Which is the western boundary of Kerala state? Which is the western boundary of Kerala state? ഏതാണ് കേരളത്തിൻ്റെ വെസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത്? അറേബ്യൻ സീ അല്ലേ? അറേബ്യൻ സീ ആണ് കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളത് അല്ലേ? പടിഞ്ഞാറ് ദിക്ക്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 50 ക്വസ്റ്റ്യൻസ് GK റിനേസൻസ് ആൻഡ് കറന്റ് അഫയേഴ്സും അതുപോലെ ബാക്കി 50 ക്വസ്റ്റ്യൻസ് ആണ് ഇൻസ്ട്രക്ടർ ഇൻ സ്റ്റെനോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഓർക്കുക 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സാധാരണ നമ്മൾ 20, 80 എന്നാണ് കാണാറല്ലേ? അപ്പോൾ ഇതിൽ 50, 50 എന്നാണ്. അപ്പോൾ 50 ക്വസ്റ്റ്യൻസിൽ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ള 25 ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് കേട്ടോ. വിച്ച് ഈസ് ദ യൂണിറ്റ് ഓഫ് ലൗഡ്നെസ് ഓഫ് സൗണ്ട്? ഏതാണ് ലൗഡ്നെസ് ഓഫ് സൗണ്ടിൻ്റെ യൂണിറ്റ്? വിച്ച് ഈസ് ദ യൂണിറ്റ് ഓഫ് ലൗഡ്നെസ് ഓഫ് ദ സൗണ്ട്? ഏതാണ്? ഡെസിബൽ. ഡെസിബൽ, ഫാരഡ്, വോൾട്ട, ബാർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലൗഡ്നെസ് ഓഫ് സൗണ്ടിൻ്റെ യൂണിറ്റ് ഏതാണ്? ഡെസിബൽ ആണ്. ഓപ്ഷൻ എ ആണ്. ഇനി ഓപ്ഷൻ ബി കൊടുത്തേക്കുന്ന ഫാരഡ് എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഫാരഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. കപ്പാസിറ്റൻസ്. വോൾട്ട. വോൾട്ട എന്ന് പറഞ്ഞാൽ വോൾട്ട് എന്നാണെങ്കിൽ അത് വോൾട്ടേജ് അഥവാ EMF പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിൻ്റെ യൂണിറ്റ് ആണ്. ഇനി ബാർ എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഇതാണ് കേട്ടോ. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാർ എന്നും പറയും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൂസ് സമാധി എന്നല്ല, ഹൂസ് ആരുടെ സമാധി എന്നാണ് കേട്ടോ. ഹൂസ് സമാധി ഈസ് സിറ്റുവേറ്റഡ് അറ്റ് പന്മന. പന്മനയിൽ ആരുടെ സമാധിയാണുള്ളത്? ആരുടെ സമാധിയാണ് പന്മനയിലുള്ളത്? അത് ചട്ടമ്പി സ്വാമികളുടേതാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധിയാണ് പന്മനയിൽ. വെൻ ഡിഡ് ട്രെയിൻ സർവീസ് സ്റ്റാർട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ട്രെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്ത് എന്നാണ്? നമുക്കറിയാം, ബോംബെ ടു താനെയാണ് ആദ്യത്തെ ട്രെയിൻ സർവീസ് നടന്നത് അല്ലേ? 1853 ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1853 ട്രെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which session of the Indian National Congress declared the Purna Swaraj as its goal? പൂർണ്ണ സ്വരാജ് ആണ് ലക്ഷ്യം എന്ന്, അതായത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ് ലക്ഷ്യമെന്ന് INC ഡിക്ലെയർ ചെയ്തത് ഏത് സെഷനിൽ വെച്ചിട്ടാണ്? അതിൻ്റെ ആൻസർ ലാഹോർ ആണ്. ലാഹോർ സെഷൻ ആണ്. ഈ ലാഹോർ സെഷൻ പ്രിസൈഡ് ചെയ്തത് ശ്രീ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അത് 1929 കേട്ടോ. അപ്പോൾ ഈ പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ ആക്ച്വലി നടക്കുന്നത് 1929 ഡിസംബറിലാണ് ആക്ച്വലി ഈ ഒരു പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ നടക്കുന്ന ഈ ഒരു INC സെഷൻ നടക്കുന്നത്. പക്ഷേ അദ്ദേഹം തീരുമാനിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൽ അവർ തീരുമാനിക്കുകയുണ്ടായി, 1930 അതായത് അടുത്ത വർഷം 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് ദിവസ് ആയിട്ട് അവർ ആചരിക്കുന്നു. പൂർണ്ണ സ്വരാജ് ദിവസ് ആയിട്ട് ആചരിക്കുമെന്ന് തീരുമാനമെടുത്തു. അപ്പോൾ ഓർക്കുക, പൂർണ്ണ സ്വരാജ് അത് ഗോളാണെന്ന് ഡിക്ലെയർ ചെയ്തത് എന്നാണ്? 1929 ഡിസംബറിലാണ് ലാഹോറിൽ. ആൻഡ് പൂർണ്ണ സ്വരാജ് ഡേ അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് ദിവസ് അത് ആചരിച്ചത് എന്നാണ്? 1930 ജനുവരി 26 കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഡിസോൾവ്ഡ് ദ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് നീതി ആയോഗ് ഇൻ ഇറ്റ്സ് പ്ലേസ്? ഏത് പ്രൈം മിനിസ്റ്ററാണ് പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷനെ ഡിസോൾവ് ചെയ്ത് വിട്ടിട്ട് നീതി ആയോഗിനെ ആ സ്ഥലത്ത് പ്ലേസ് ചെയ്തത്? ആരാണ് നീതി ആയോഗിനെ ആ സ്ഥലത്താക്കിയത്? ആരാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്, ശ്രീ നരേന്ദ്രമോദിയാണ് പ്ലാനിംഗ് കമ്മീഷനെ ഡിസോൾവ് ചെയ്തതും നീതി ആയോഗിനെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നതും. ഓക്കെ, അടുത്തത്. Who is the present chairman of the National Human Rights Commission? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ
പ്രസന്റ് ചെയർമാൻ ആരാണ്? ഓക്കെ, ആരാണ് പ്രസന്റ് ചെയർമാൻ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? NHRC എന്ന് ചിലപ്പോൾ ചോദിക്കും. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആരാണ്? ജസ്റ്റിസ് HL ദത്ത് ആണ്. ജസ്റ്റിസ് HL ദത്ത് ആണ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, അടുത്ത ചോദ്യം, which 5-year plan is going on now? Which 5-year plan is going on now? എപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്, അത് ഈ എക്സാം നടക്കുന്ന സമയത്താണ് ഉദ്ദേശിക്കുന്നത്. 2017 അപ്പോൾ ആ സമയത്ത് ഏത് 5-year പ്ലാൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 8th 10th 11th 12th ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം 12th 5-year പ്ലാൻ എന്ന് പറയുന്നത് 2012 മുതൽ 2017 വരെ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ വെച്ചിട്ടായിരുന്നു, പ്ലാനിംഗ് കമ്മീഷൻ്റേതാണ് ഈ 5-year പ്ലാൻസ്. അപ്പോൾ അത് എന്തായിരുന്നു? 12th 5-year പ്ലാൻ ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് വൺ അല്ലേ? അതെന്ന് പറഞ്ഞാൽ 2012 മുതൽ 2017 വരെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി 5-year പ്ലാൻസ് ഇല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ 12th ആണ് കേട്ടോ. ഓൺ ദ ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ വാസ് മാമാങ്കം സെലിബ്രേറ്റഡ്? മാമാങ്കം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് റിവറിൻ്റെ തീരത്താണ്? ഏത് റിവറിൻ്റെ തീരത്താണ് മാമാങ്കം ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? പമ്പ, ഭാരതപ്പുഴ, കാവേരി, പെരിയാർ, ഏത് നദിയുടെ തീരത്താണ് മാമാങ്കം സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് കേട്ടോ. ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം ഫെസ്റ്റിവൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. മാമാങ്കം. ഓക്കെ, തിരുനാവായ എന്ന സ്ഥലത്താണ് ഈ മാമാങ്കം ഫെസ്റ്റിവൽ നടക്കുന്നത്. 12 വർഷം കൂടുമ്പോഴാണ് ഫെസ്റ്റിവൽ ആചരിക്കുന്നത് അല്ലേ? അടുത്തത്, വയർ ഈസ് കോളാർ മൈൻസ്? കോളാർ ഖനികൾ എവിടെയാണ്? കോളാർ മൈൻസ് എവിടെയാണ്? കർണാടകയിലാണ് കോളാർ ഖനികളുള്ളത്. അടുത്തത്, ഹൂ ഫൗണ്ടഡ് സിഖിസം? സിഖിസം സ്ഥാപിച്ചത് ആരാണ്? സിഖ് മതം സ്ഥാപിച്ചത് ആരാണ്? ഗുരു നാനാക്ക് ആണ് സിഖ് മതം സ്ഥാപിച്ചത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഗുരു നാനാക്ക് ആണ് സിഖ് മതം സ്ഥാപിച്ചത്. അടുത്തത്, ഇൻ വിച്ച് ഇയർ ഇന്ത്യ ബിക്കെയിം റിപ്പബ്ലിക്? ഏത് വർഷമാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയത്? നമുക്കറിയാം 1950 ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ആയത്. സോ ഏത് ഇയറിലാണ്? 1950 ആണ്. റിപ്പബ്ലിക് ഡേ ഏതാണ്? ജനുവരി 26. In which year Right to Information Act was passed in India? ഏത് വർഷമാണ് RTI ആക്ട്, അതായത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കിയത്? അത് 2005 2005 പാസ്സാക്കിയത്. RTI ആക്ട് 2005 എന്നാണ് അത് പറയുന്നത്. അപ്പോൾ RTI ആക്ട് എന്നാണ് പാസ്സാക്കിയത്? 2005. അടുത്ത ചോദ്യം, ഹു ഈസ് ദ പ്രസന്റ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ഇൻ ഇന്ത്യ? ഇപ്പോഴത്തെ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസന്റ് ചെയർപേഴ്സൺ ആരാണ്? അതാരാണ് ഇപ്പോഴത്തെ പ്രസന്റ് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ അന്നത്തെ സമയത്ത് ജയന്തി പട്നായിക്, ലളിത കുമാരമംഗലം ആയിരുന്നു എന്ന് തോന്നുന്നു. സോറി, ഇപ്പോഴത്തേത് ആരാണെന്ന് നമുക്ക് പറയാം. രേഖാ ശർമ്മയാണ് കേട്ടോ. രേഖാ ശർമ്മയായിരുന്നു. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ അതിൻ്റെ ചെയർപേഴ്സൺ അതാരാണ്? രേഖാ ശർമ്മയാണ് കേട്ടോ. രേഖാ ശർമ്മ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഫസ്റ്റ് ചെയർപേഴ്സൺ ആണ് കേട്ടോ ജയന്തി പട്നായിക്. ഫസ്റ്റ് ചെയർപേഴ്സൺ ആരാണ്? ജയന്തി പട്നായിക് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ വുമൻ കമ്മീഷൻ എന്ന് പറയുന്നത് ജയന്തി പട്നായിക്കും ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് രേഖാ ശർമ്മയുമാണ്. അടുത്തത്, വിച്ച് കൺട്രി ലോഞ്ച് ദ സാറ്റലൈറ്റ് ആപ്പിൾ എന്ന സാറ്റലൈറ്റ് ആരാണ് ലോഞ്ച് ചെയ്തത്? ഓക്കെ, ആപ്പിൾ എന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് ഏത് കൺട്രിയാണ്? ആൻസർ കൊടുത്തത് ഇന്ത്യ, USA, USSR, ദെൻ ജപ്പാൻ. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആപ്പിൾ സാറ്റലൈറ്റ് ആരുടേതാണ്? ഓക്കെ, നമ്മുടെ
ഇന്ത്യയുടേതാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയുടേതാണ് ആപ്പിൾ എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് വരുന്നത്. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആയിരുന്നു, എക്സ്പെരിമെൻ്റൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആയിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ, അതൊന്ന് ഓർത്തു വയ്ക്കാം, ആപ്പിളിൽ ലോഞ്ച് ചെയ്തത്, ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് അരിയേൻ 1 ആണ്. അത് ഫ്രഞ്ച് ഗിനിയെന്നാണ് അത് ലോഞ്ച് ചെയ്തത്. പക്ഷെ അത് ഇന്ത്യയുടെ ആയിരുന്നു. അതൊരു 35 വർഷം, ഓക്കെ, അപ്പോൾ അതിൽ 35 more years ബാക്കാണ് നടന്നത് അല്ലേ. അത് 1981 നടന്നത്, 1981 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇതിലെ ആൻസർ ഇന്ത്യയാണ്. 1981 അത് ഓർക്കുക കേട്ടോ. ഹു വാസ് കോൾഡ് പുലയ രാജ? പുലയ രാജ എന്ന ആരാണ് വിളിക്കപ്പെട്ടത്? പുലയ രാജ അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിളിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചത്. എമംഗ് ദീസ് റിവേഴ്സ് ദ ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് ഈസ്. ഈ കൊടുത്തിരിക്കുന്നവയിൽ സിന്ധു നദിയുടെ ട്രിബ്യൂട്ടറി ഏതാണ്? ഗാണ്ടക്, ജിസ്റ്റ, ചമ്പൽ, ജലം. ഇതിലേതാണ് ദ ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് എന്ന് പറയുന്നത്? എമംഗ് ദീസ് റിവേഴ്സ് ദ ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് ഈസ്. ഓപ്ഷൻ ഡി ആണ്. ഏത്? ചെലമാണ് അല്ലേ. ചെലമാണ് ദ ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് ഈ കൊടുത്തിരിക്കുന്നതിൽ. അടുത്തത്, വിച്ച് ഈസ് ദ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഓപ്ഷൻ സി ആണ് 1098 ആണ് ഇന്ത്യയിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. പ്രത്യേകം നോട്ട് ചെയ്യാം. ഏതെങ്കിലും അത്യാവശ്യം വരുന്ന സന്ദർഭത്തിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറായ 1098 കോൾ പോകേണ്ടത്. അടുത്തത്, ദ ഫേമസ് പ്ലേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആൻഡ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് വിച്ച് കമ്മ്യൂണിറ്റി ഇൻ കേരള? ഏത് സമുദായത്തിൻ്റെ പ്രശ്നങ്ങളാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ആ ഒരു നാടകം അവതരിപ്പിച്ചത്? നായർ, നമ്പൂതിരി, ഈഴവ, പുലയ. ആരായിരുന്നു? നമ്പൂതിരി സമുദായത്തിലെ ആയിരുന്നു കേട്ടോ. നമ്പൂതിരി സമുദായത്തിലെ കാര്യമായിരുന്നു അത് പറഞ്ഞത്. വി.ടി. ഭട്ടതിരിപ്പാടാണ് അത് എഴുതിയത്, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എഴുതിയത്. വിച്ച് ഇന്ത്യൻ സിറ്റി ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി? കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സിറ്റി ഏതാണ്? കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അഹമ്മദാബാദാണ് കേട്ടോ. അഹമ്മദാബാദാണ് ആൻസർ. അത് ഓർക്കുക, കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അഹമ്മദാബാദ്. അടുത്തത്, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് അവാർഡഡ് ഭാരത് രത്ന ഇൻ 2014? 2014 ഭാരതരത്ന അവാർഡ് ചെയ്തത് ആർക്കാണ്? 2014 ഭാരതരത്ന ലഭിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ലതാ മങ്കേഷ്കർ, ഭീംസെൻ ജോഷി, സച്ചിൻ ടെണ്ടുൽക്കർ, A.B. വാജ്പേയി എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2014 ഭാരതരത്ന ലഭിച്ചത് ആർക്കാണ്? സച്ചിൻ ടെണ്ടുൽക്കർ, അതുപോലെ മദൻ മോഹൻ മാളവ്യ, അടൽ ബിഹാരി വാജ്പേയി, അവർക്കൊക്കെ ഭാരതരത്ന ലഭിച്ചത് 2014 കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ A.B. വാജ്പേയി എന്നും കൊടുത്തിട്ടുണ്ട്. അതെ, അതുകൂടാതെ സച്ചിൻ ടെണ്ടുൽക്കറിനും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2014 3 പേർക്ക് ലഭിച്ചു, അത് പ്രത്യേകം ഓർക്കുക. 2014 സച്ചിൻ ടെണ്ടുൽക്കറിനും ലഭിച്ചു, അതുപോലെ മദൻ മോഹൻ മാളവ്യയ്ക്കും അടൽ ബിഹാരി വാജ്പേയിക്കും ലഭിച്ചു. ഓക്കെ, അപ്പോൾ അതിൽ 2 ആൻസേഴ്സ് വന്നിട്ടുണ്ട്. സിയും ഡിയും ആൻസറാണ് കേട്ടോ. അടുത്ത ചോദ്യം, അണ്ടർ ഹൂസ് ലീഡർഷിപ്പ് ദ ഈഴവ മെമ്മോറിയൽ വാസ് സബ്മിറ്റഡ്? ഈഴവ മെമ്മോറിയൽ ആരുടെ ലീഡർഷിപ്പിലാണ് സബ്മിറ്റ് ചെയ്തത്? ഓക്കെ, ഈഴവ മെമ്മോറിയൽ. അപ്പോൾ ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തത് ഡോക്ടർ പൽപ്പു ആണ്. അതിൻ്റെ ഇയർ ഓർത്തിരിക്കണം. ഓക്കെ, ഇയർ ഓർത്തിരിക്കണം, 1896 ആണ് കേട്ടോ. ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്ത് 1896 ആൻഡ് ദാറ്റ് വാസ് സബ്മിറ്റഡ് ബൈ ഡോക്ടർ പൽപ്പു. ഇനി അത് 1896 ആണ്. ആ ഒരു ഇയറും കൂടി ചോദിക്കാറുണ്ട്, അതും ഓർത്തു വയ്ക്കുക. ഇനി
അന്ന് ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ ഈ ട്രാവൻകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിക്കുന്ന ഒരു മെമ്മോറാണ്ടമാണ്. ഓക്കെ, ഈഴവ മെമ്മോറിയൽ ഒരുപാട് പേര് ഒപ്പിട്ട് അങ്ങനെ കൊടുക്കുന്ന ഒരു മെമ്മോറാണ്ടമാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള ഒന്നാണ് മലയാളി മെമ്മോറിയൽ കേട്ടോ. മലയാളി മെമ്മോറിയൽ, അതായത് മഹാരാജാവ് ട്രാവൻകൂറിന് ഒരു പെറ്റീഷൻ സമർപ്പിച്ചതാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. 10,008 ആളുകൾ, എല്ലാ ക്ലാസ്സുകളിലും പെട്ട 10,028 ആളുകൾ സൈൻ ചെയ്ത് സമർപ്പിച്ചതായിരുന്നു ഈ മലയാളി മെമ്മോറിയൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈഴവ മെമ്മോറിയലാണ്, അതിൻ്റെ ഡേറ്റും പറഞ്ഞു. ഇനി അത് സബ്മിറ്റ് ചെയ്ത് 1891 1891 മലയാളി മെമ്മോറിയലും 1896 ഈഴവ മെമ്മോറിയലുമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. Which is not a ritual art form of Kerala. Which is not a ritual art form of Kerala. റിച്വൽ ആർട്ട് ഫോം അല്ലാത്തത്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളിയാണ്. കഥകളി ഒരു റിച്വൽ ആർട്ട് ഫോം അല്ല, മറിച്ച് തെയ്യമായാലും പടയണി, കൂത്ത് ഇതൊക്കെ ആയാലും ഒരു റിച്വൽ ഒരു രീതി, ഒരു എന്താ പറയുക, അതുമായിട്ട് ബന്ധപ്പെട്ട വരുന്നതാണ് കേട്ടോ. ഒരു അമ്പലങ്ങളിലൊക്കെ നടത്തുന്നതാണ് ബാക്കിയുള്ളതൊക്കെ വരുന്നത്. പക്ഷേ കഥകളി എന്ന് പറയുന്നത് അതൊരു റിച്വൽ ആർട്ട് ഫോം അല്ല, ദാറ്റ് ഇസ് ആൻ ആർട്ട് ഫോം എന്നുള്ളൂ. അടുത്തത് വാസ്കോഡ ഗാമ റീച്ച്ഡ് കേരള ഇൻ. വാസ്കോഡ ഗാമ കേരളത്തിൽ എത്തിയത് എന്നാണ്? വാസ്കോഡ ഗാമ എന്നാണ്? 1498 കേട്ടോ. 1498 വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നത്. വാസ്കോഡ ഗാമ. ഇനി അടുത്തത് ദ ക്യാപിറ്റൽ ഓഫ് ദ ചേരാസ് വാസ്. ക്യാപിറ്റൽ ഓഫ് ദ ചേരന്മാരുടെ ക്യാപിറ്റൽ ഏതായിരുന്നു? ചേരന്മാരുടെ ക്യാപിറ്റൽ, ഓക്കെ, ചേരന്മാരുടെ ക്യാപിറ്റലാണ് മുസിരിസ് എന്ന് പറയുന്നത്. ഓക്കെ, മുസിരിസ് ആണ് ചേരന്മാരുടെ ക്യാപിറ്റൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോളന്മാരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് തഞ്ചാവൂർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ചേരാസ് ക്യാപിറ്റലാണ് എന്ത്? മുസിരിസ് എന്ന് പറയുന്നത്. മുസിരിസ്. പല സ്ഥലങ്ങളുണ്ട് അവരുടെ ക്യാപിറ്റൽസ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രദേശത്തുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മുസിരിസ്. ഇനി ബാക്കിയുള്ള 26 മുതൽ അതുപോലെ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സീരീസിൽ, അടുത്ത വീഡിയോയിൽ കാണാം. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ബാക്കി മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് bpmohanan.com എന്ന മൈ നോട്ട്ബുക്കിൻ്റെ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. അറ്റൻഡ് ദ മോക്ക് ടെസ്റ്റ് ഓൾസോ. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്ലേലിസ്റ്റുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് എല്ലാ പ്ലേലിസ്റ്റുകളും വാച്ച് ചെയ്യാം. അപ്പോൾ അതുപോലെ ബ്ലോഗും, ഇപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വ്യൂവേഴ്സായും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും എൻ്റെ ബ്ലോഗ് കൂടി വിസിറ്റ് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും റിക്വസ്റ്റ് ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം അറിയിക്കുക. താങ്ക് യു.